എനിക്കൊന്ന് കൊച്ചി നഗരത്തിലെ ആദ്യത്തെ 5 കൊല്ലം പൂർത്തീകരിച്ച ഡെപ്യൂട്ടി മേയർ താങ്കളല്ലേ അല്ലേ? അതെ. പക്ഷേ എല്ലാവർക്കും അറിയാം VS ഇരിക്കുമ്പോൾ അത് തുടങ്ങണ്ട എന്നൊരു നിശ്ചയദാർഢ്യം ശരിക്കും അന്നത്തെ UPA സർക്കാരിന്. ഒരു 25 ലക്ഷം രൂപ 95-ലേക്ക് ഉള്ള 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര കോടിയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഫയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ടത് ഞാനാണ്. അപ്പോൾ ആ ഒപ്പ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയ്യൊപ്പല്ല. AP-യുടെ അനുഗ്രഹത്തോടുകൂടി അങ്ങ് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആകേണ്ടതായിരുന്നു LDF-ൻ്റെ ഇതിനു മുമ്പ്. ശരിക്കും വെളിച്ചം പകരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ. എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിദ്യാർത്ഥി ആയിരുന്നുകൊണ്ട് നമുക്കിങ്ങനത്തെ വിശദാംശം ഗാനം ചേട്ടനും സോമൻ ചേട്ടനൊക്കെ അവർക്കറിയാൻ പറ്റും അന്നത്തെ. എനിക്കതിൽ സത്യത്തിൽ നമ്മുടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലുള്ള ആളിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവരുടെ 2 പെൺകുട്ടികളും പഠിക്കാൻ സമർത്ഥരാണെന്ന് എനിക്കറിയാം. ഒന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ശ്രീ സാബു അച്ഛൻ തന്നെ പറയുന്നതാണ് 2 കുട്ടികളെ പറ്റിയും. വേണമെങ്കിൽ നമുക്ക് എറണാകുളം മണ്ഡലത്തിൽ എല്ലാവരും വിവാഹത്തിന് ക്ഷണിക്കാം. പക്ഷെ ഞാൻ അപ്പോൾ കുട്ടികളെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ. എൻ്റെ മൂത്ത മകൾ ആൻഡ്രിയ, അവൾ പ്രീ-ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അവൾ കൾനറി ഇപ്പോൾ കാനഡയിലാണ്, 9 വർഷമായി, നന്നായിട്ട് ജോലി ചെയ്യുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ച് അനിലിനെ അറിയാം. രണ്ടാമത്തെ മോള് എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. BA എക്കണോമിക്സിന് അവൾ ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് ഉണ്ട്. അവൾക്ക് സ്റ്റെല്ല മേരിസിലാണ് അവൾ പഠിച്ചത്. ഇപ്പോൾ അവൾ സിവിൽ സർവീസിൻ്റെ ഇതിന് തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാഡമിയിൽ ഫസ്റ്റ് പ്രിലിമിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നു. സ്റ്റെല്ല മേരിസിൽ തന്നെയുള്ള ഫസ്റ്റ് റാങ്കും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള റാങ്ക് കൊണ്ടും അവൾക്ക് ഫോർച്യൂൺ അക്കാഡമിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു അഡ്മിഷൻ കിട്ടി. അവൾ സിവിൽ സർവീസ് പരീക്ഷയുമായി മുന്നോട്ട് പോകുന്നു. 2 മക്കളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായല്ലോ. കാരണം സിവിൽ സർവീസിനെ പഠിക്കണമെന്ന് നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അപ്പോൾ ശരിക്കും വെളിച്ചം വിതറിയ അവരുടെ വീട്ടിൽ വെളിച്ചം വിതറിയ ഒരാൾ തന്നെയാണ് സാബു ജോർജ്. ആ വെളിച്ചം എനിക്ക് തോന്നുന്നു എറണാകുളം മണ്ഡലത്തിലും വിതറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മറ്റൊന്ന് എനിക്ക് പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടമായി ചോദിക്കാനുള്ള ഒരു കാര്യം, അങ്ങ് ഡെപ്യൂട്ടി മേയറായി. അങ്ങിപ്പോൾ പറയാൻ പോയ കാര്യത്തിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ ഓർക്കുന്നൊരു കാര്യം ഞാൻ ഈ അടുത്തൊരു പൊതുയോഗത്തിൽ പറഞ്ഞു. കാരണം ഇന്നിപ്പോൾ കൊച്ചിക്കാരുടെ ഏറ്റവും വലിയ അനുഗ്രഹമായി നിൽക്കുന്നത് മെട്രോയാണ്. എല്ലാവരും ശ്രീ ഉമ്മൻചാണ്ടി നിർമ്മാണം തുടങ്ങിയതിന് മുമ്പ് VS ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. കേന്ദ്രം തന്നെ അന്ന് അനുവാദം. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും നമ്മുടെ ഈ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം VS ഇരിക്കുമ്പോൾ അത് തുടങ്ങണ്ട എന്നൊരു നിശ്ചയദാർഢ്യം ശരിക്കും അന്നത്തെ UPA സർക്കാരിന് നമ്മൾ പിന്തുണ കൊടുക്കുമ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പഴയ കാലം ആർക്കും ഓർമ്മയില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത് സാബു എൻ്റെ അച്ഛനെ കണ്ട് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല, അത്ര ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് മുമ്പിരുന്ന് പത്രം വായിക്കും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനാണ് എനിക്ക് എടുത്തു തരുന്നത് ഈ മാതൃഭൂമി. മെട്രോ വരാൻ പോകുന്നു, അതിൻ്റെ പടമൊക്കെ ഉണ്ടായി അന്ന് മാതൃഭൂമിയിൽ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ശ്രീധരൻ അദ്ദേഹം DMRCയുടെ ഭാഗമായി ഇങ്ങ് വന്നപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പണം ആരെങ്കിലും കൊടുക്കണം. കാരണം ഈ സ്റ്റഡി നടത്താൻ വേണ്ടി റൈറ്റ്സിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് മേയറായിരിക്കുമ്പോഴൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കോർപ്പറേഷനിൽ ഇരിക്കുന്നൊരു റിപ്പോർട്ടാണ് ആ റൈറ്റ്സ് റിപ്പോർട്ട്. ശരിക്ക് അതിൽ നിന്നാണ് ഈ മെട്രോ വരുന്നത്. സത്യത്തിൽ കൊച്ചി കോർപ്പറേഷനും ശ്രീ സാബു ജോർജ് എന്ന ഡെപ്യൂട്ടി മേയറുടെ പങ്ക് അതിനെപ്പറ്റി സത്യത്തിൽ ആർക്കും അറിയും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണത് അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് അന്ന് അതിൻ്റെ സെക്രട്ടറി നളിനി നെറ്റോയാണ്. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നീലലോഹിതദാസ നാടാരാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അദ്ദേഹം അന്ന് ജനതാദളിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഒരിക്കൽ അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി കൊച്ചിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി അന്ന് ആവശ്യപ്പെട്ടു, സോമൻ ചേട്ടനോട് മേയറോട് പറഞ്ഞു, ഡെപ്യൂട്ടി മേയറും കൂടി ഉണ്ടായാൽ നല്ലതാണ്. അതുകൊണ്ട് സാബുവിൻ്റെ കൂട്ടങ്ങനെ ഞാനും മേയറും കൂടിയാണ്, സോമൻ ചേട്ടനും കൂടിയാണ് ആ ചർച്ചയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയത്. ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഇതിൻ്റെ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, നളിനി നെറ്റോ ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ ഫീസിങ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്ര തുക ആദ്യം തന്നെ കൊടുക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഡെപ്യൂട്ടി മേയറാണല്ലോ ടാക്സ് ആൻഡ് ഫിനാൻസ് കമ്മിറ്റി. അപ്പോൾ ഞാനും മേയറും കൂടി അന്ന് ആലോചിച്ചിട്ട് അന്ന് ആദ്യം തന്നെ ഒരു 25 ലക്ഷം രൂപ ഇതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടി അതിൻ്റെ ഫയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ടത് ഞാനാണ്. ഒപ്പിട്ടതിന് ശേഷം അത് മേയർക്ക് കൊടുത്തു. മേയർ കണ്ടു. അവിടെ വെച്ചിട്ട് ആ ഫയൽ കൈമാറ്റത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒരു പഠനം തുടങ്ങുന്നതെന്നുള്ളതാണ്
അങ്ങനെയാണ് ഇത് പഠനം തുടങ്ങിയത്. ആ സമയത്ത് തന്നെ കൗൺസിലൊക്കെ പല ആളുകളും പല ഇതിങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ സോമൻ ചേട്ടനും വന്ന GCDA ചെയർമാൻ ബാലചന്ദ്രൻ ഒരു ഭാവന ഉണ്ടായിരുന്നു, അത് വരുത്തണം. അങ്ങനെ തുടങ്ങി ആ ഓരോ പടിപടിയായിട്ട് തുടങ്ങിയതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം വഹിക്കാൻ അഭിമാനത്തോടു കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അനിലെ. അത് ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും. അങ്ങാണത് വളരെ കൃത്യമായി കൺവെൻഷൻ അത്. അപ്പോൾ ആ ഒപ്പ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയ്യൊപ്പല്ല, കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിൽ ഉള്ളൊരു കയ്യൊപ്പാണ്, കേരളത്തിൻ്റെ വികസനത്തിലുള്ളൊരു കയ്യൊപ്പ്. കാരണം ഇപ്പോൾ തിരുവനന്തപുരം മെട്രോനെ പറ്റിയൊക്കെ ആളുകൾ ആലോചിക്കുന്നു. ഞാൻ പിന്നീട് ഒരു ഘട്ടത്തിൽ ശ്രീ ടോണി ചമ്മണിയോടൊപ്പം ശ്രീ ശ്രീധരൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഡോക്ടർ മൻമോഹൻ സിംഗ്, ജേക്കബേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൂടി LDFൻ്റെ ഭാഗമായി എന്നെ കൂടി നമ്മളൊരു എല്ലാ പാർട്ടികളുടെ ആളുകളായിട്ട് ചെന്ന് കണ്ടു. അതിന് മുമ്പ് ചന്ദ്രൻപിള്ള രാജ്യസഭ മെമ്പറായിരിക്കുമ്പോൾ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ ഒരിക്കൽ പോയി ഇതേപോലെ തന്നെ ഒരു പരിശ്രമം നടത്തിയതാണ്. അപ്പോൾ ഞാനതിൻ്റെ 2 ഘട്ടങ്ങളിൽ പോയ ഒരാളാണ്. അപ്പോൾ അതിൽ ശ്രീ സാബു ജോർജാണ് ശരിയായ നിലയിൽ അതിൻ്റെ ആദ്യത്തെ ഒപ്പിട്ട് റൈറ്റ്സിൻ്റെ റിപ്പോർട്ടും കൊച്ചിക്കാർക്ക് എത്രത്തോളം അറിയുന്ന എനിക്കറിയില്ല. അതിന് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം 3 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ വക്കീൽ ഓഫീസിൻ്റെയൊക്കെ അതിലെ അശോക് സാറിൻ്റെ വക്കീൽ ഓഫീസിൻ്റെ അതിലെ സെൻറ്റ് ബെനഡിക്ട് റോട്ടിൽ കൂടെ ഉള്ള ബസ് തിരിഞ്ഞു പോണത് പോലും റൈറ്റ്സിൻ്റെ ഒരു പ്രപ്പോസലായിരുന്നു. സഹോദരനയ്യപ്പൻ റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെ നിരവധി പ്രപ്പോസലുകൾ റൈറ്റ്സിൻ്റെ റിപ്പോർട്ട്, മെട്രോ മാത്രമല്ല. അപ്പം അതിൽ ശ്രീ സാബു ജോർജ് വഹിച്ചൊരു പങ്ക്, അന്നത്തെ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് അറിയാലോ, കൊച്ചി കോർപ്പറേഷന് 25 ലക്ഷം രൂപ എന്താ, 95 ഉള്ള 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര കോടിയുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് ഇതിന് മുമ്പേ തന്നെ, ഞാൻ വെറുതെ അല്ല പറഞ്ഞത്, AP-യുടെ അനുഗ്രഹത്തോടുകൂടി അങ്ങ് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആകേണ്ടതായിരുന്നു. LDFൻ്റെ ഇതിന് മുമ്പ് ഇവിടുന്ന് MLA ആകേണ്ട ഒരാൾ തന്നെയാണ് എന്നത് തെളിയിക്കുന്നതാണത്. രണ്ടാമത്തെ കാര്യമാണ് ഈ ഇൻഷുറൻസ്. കാരണം ഞാനൊക്കെ കൗൺസിലറായി 2000 വന്നപ്പോൾ നിന്നുപോയി. ആദ്യത്തെ 1-2 കൊല്ലം ഞങ്ങൾക്ക് ഈ വളരെ പ്രയാസപ്പെട്ട ചില കുടുംബങ്ങളിലൊക്കെ ഈ ആക്സിഡൻറ്റ് വന്ന് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അല്ല, അത് ഇങ്ങനെ നമ്മൾ ഈ ആദ്യത്തെ ബഡ്ജറ്റ് ആയതുകൊണ്ട് പല കമ്പനികളും ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് കരുതി. പക്ഷേ AP എനിക്ക് വിട്ടു തന്നു, ബാലചന്ദ്രൻ സഖാവിനോട് ചോദിച്ചിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ തന്നെ അതിൻ്റെ ഇത് ആശയം ഉദിച്ചത്. നമ്മുടെ എല്ലാവരെയും ഒരു അപകട ഇൻഷുറൻസിൽ കോർപ്പറേഷൻ പ്രീമിയം കൊടുത്ത് നമുക്ക് ചേർക്കാമെന്നുള്ളത്. കുറച്ച് തുക ആവശ്യമായിട്ട് വന്ന് എന്തായാലും അതിൻ്റെ ഒരു ഭരണാനുമതി തന്നു, കൗൺസിലും തന്നു. അങ്ങനെ നമ്മൾ കൊച്ചിൻ കോർപ്പറേഷനിലെ മുഴുവൻ ജനങ്ങളെയും ഇൻഷുറൻസ് ചെയ്തു. അപകടത്തിൽ മരിച്ച്, അത് ഈ കോർപ്പറേഷനകത്തുള്ളവരല്ല, പുറത്ത് താമസിക്കുന്നവരും കോർപ്പറേഷൻ അതിർത്തിക്കകത്ത് എന്തെങ്കിലും അപകടത്തിലോ പ്രയാസം അങ്ങനെയായിരുന്നു അവർക്കും നമ്മൾ കൊടുക്കും. അത് ഞങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് 1-2 കൊല്ലം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഒരു 6-7 കൊല്ലം അത് ഉണ്ടായിരുന്നു. 5 വർഷം തുടർച്ചയായിട്ട് നമുക്കത് നടത്താൻ സാധിച്ചു. അപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു തണൽ, മരണപ്പെട്ടതിന് പകരം നമുക്കൊന്നും വയ്ക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ഒരു സഹായം എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട വീട്ടിൽ, ഞാൻ അതിന് നേരിട്ട് സാക്ഷിയാണ്. നമ്മുടെയൊക്കെ അന്ന് പുതുക്കലോട്ടത്തൊക്കെ ആരെങ്കിലും ഇതേപോലെ ഏതോ ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ പോലും ആ പൈസ കിട്ടുന്നത് ഈ ഒരു സാധാരണക്കാരുടെ കുടുംബത്തിനാണെങ്കിൽ അത് അവർക്ക് കിട്ടുന്നൊരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ, കാരണം ചില സമയത്ത് ഏക അത്താണിയായിരിക്കും ഇതേപോലെ അപകടത്തെ തുടർന്ന് മരണപ്പെടുന്നത്. അതൊരു വലിയ ആശയമായിരുന്നു. എനിക്കൊന്നും വേറെ എവിടെയും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു, എല്ലാ അന്ന് ഹൈലൈറ്റ് ചെയ്തു. ആളുകൾക്ക് അതിൻ്റെ പ്രീമിയം കിട്ടി തുടങ്ങിയപ്പോൾ ഒരു വിശ്വാസ്യതയിലേക്ക് വന്നു. കാരണം ആ ഇൻഷുറൻസ് കമ്പനി നന്നായിട്ട് തന്നെ അത് കൈകാര്യം, നമ്മൾ അതിന് വേണ്ടി പ്രത്യേക ഒരു സെക്ഷൻ ഓഫീസ് കോർപ്പറേഷനിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാൻ സാധിച്ചു. എനിക്ക് ആ കാലത്തെപ്പറ്റി അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ബാലേന്ദ്രൻ സാറിൻ്റെ പേരും കൂടി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ ഞാൻ വളരെ അടുത്ത് ഉപദേശ നിർദ്ദേശങ്ങൾ ചോദിക്കുന്ന ഒരാളാണെന്ന്. അപ്പോൾ ആ പേര് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്യാൻ ശ്രമിച്ച ചന്ദ്രൻപിള്ള സഖാവ് GCDA ചെയർമാനായിരിക്കുമ്പോഴും കളക്ടർ ഉമേഷ് ആയിരിക്കുമ്പോഴും അല്ലാത്ത നമ്മുടെ സുഹാസൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്തൊരു കാര്യം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതിന് പകരം ഏകോപിതമായി സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചൊരു കാലമാണ് ഈ 95-2000. 96-ലാണ് ശ്രീ ബാലേന്ദ്രൻ കൊച്ചിയെക്കുറിച്ച് അതിൻ്റെ മുക്കും മൂലം അറിയാവുന്ന, ഞാൻ വിശേഷണങ്ങളൊന്നും പറയേണ്ടായിരുന്നില്ല. അന്നത്തെ ഈ സഹോദരനയ്യപ്പൻ റോഡ്, കലൂർക്കടവന്ത് റോഡിൻ്റെ വികസനം, സുഭാഷ് ചന്ദ്രബോസ് റോഡ്, സ്റ്റേഡിയം ലിങ്ക് റോഡ്, 4 റോഡൊന്ന് വികസിപ്പിച്ചു. എനിക്ക് തോന്നുന്നു കൊച്ചിയുടെ ചരിത്രത്തിൽ പിന്നെ ഒരിക്കലും ഇതേപോലെ 22 മീറ്റർ വീതിയിൽ എന്തായിരുന്നു സാബ്, അത് എങ്ങനെ നടന്നത്? നിങ്ങൾ കോർപ്പറേഷൻ GCDA തമ്മിൽ സാധാരണ എപ്പോഴും ഈ GCDA ചെയർമാനും കോർപ്പറേഷൻ മേയറും കൗൺസിലർമാരും ഡെപ്യൂട്ടി മേയറൊക്കെ ആയിട്ട് ഒരിക്കലും ചോദിച്ചു പോവില്ല. പക്ഷെ അത് ഭയങ്കര ഏകോപനത്തിൻ്റെ 5 കൊല്ലമായിരുന്നു. സാബു അതിന് സാക്ഷിയാണ്, അതിൽ സാബുവിൻ്റെ പങ്കുണ്ട്. എങ്ങനെ ഓർത്തെടുക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ബാലേന്ദ്ര സഖാവിൻ്റെ ഒരു പങ്കാളിത്തമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും അനിൽ രാവിലെ ഇങ്ങനെ ഇറങ്ങും.
അപ്പോൾ പള്ളി അച്ഛന്മാരെ കണ്ട് അവരുടെ സ്ഥലം വേണ്ടവർ, വീട് വേണ്ടവർ, അവരുടെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് സംസാരിക്കും. തന്മയത്വത്തോടു കൂടി അന്നത്തെ GCDA ചെയർമാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രയാസമില്ലാതെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത, ഇപ്പോൾ നേരത്തെ പറഞ്ഞ റോഡുകൾ, കലൂർ കത്രക്കടവ് റോഡ്, സുഭാഷ് ചന്ദ്രബോസ് റോഡ്, സ്റ്റേഡിയം ലിങ്ക് റോഡ് എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ടൊയോട്ട ബാമോപ്പിൻ്റെയൊക്കെ നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി എനിക്ക് അന്ന് ചെയ്യാൻ പറ്റുന്നൊരു കടമ എന്താണെന്ന് വെച്ചാൽ, ഈ പൊളിച്ചു മാറ്റുന്ന കടകൾക്ക് നമ്മൾ മറ്റൊരു സ്ഥലത്ത് ആ കടകൾ കൊടുക്കണമല്ലോ. പിന്നെ നമ്മൾ ആ കടകൾ പണിത് കൊടുക്കണം. അതെല്ലാം നമ്മൾ അലോട്ട് ചെയ്യുന്നത് ഡെപ്യൂട്ടി മേയർ എന്നുള്ള ടാക്സ് ആൻഡ് ഫിനാൻസ് കമ്മിറ്റി ആയിരുന്നു. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും കോർപ്പറേഷൻ ഭൂമി കൊടുത്ത് അവരുടെ സ്ഥലം അവിടെ കടപണിത് അവർക്ക് ഉടമസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള അത് മൊത്തം ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെയാണ് ചെയർമാനും മേയറും ഏൽപ്പിച്ചത്. ഒരു വിവാദവുമില്ലാതെ അത് കലൂർ ജംഗ്ഷനിലൊക്കെ ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കടകളെല്ലാം നമ്മൾ കൊടുത്താണ് സുഭാഷ് ചന്ദ്രബോസ് റോട്ടിൽ. അങ്ങനെ വളരെ ഒരു സമയബന്ധിതമായിട്ടുള്ള പരിപാടിയല്ലാതെ ശരിക്കും എല്ലാ ദിവസവും നടന്ന് സ്ഥലം ഏറ്റെടുക്കുന്ന രീതിയിലാണെങ്കിലും സ്ഥലം ഏറ്റെടുത്തവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ രീതിയിലാണെങ്കിലും നല്ല ഒരു ടീം വർക്ക് അന്നുണ്ടായിരുന്നതിൽ വളരെ അത് കൊച്ചി നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ, ഇപ്പോഴത്തെ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. ഒരു കണ്ണുനീര് പോലും ആർക്കും ഇല്ലാതെ ഇപ്പം അങ്ങ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, വീടുകൾ നിർമ്മിച്ചു. അപ്പോൾ ഈ റൈറ്റ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ഞങ്ങൾ ഈ ഹ്യൂമൻ റൈറ്റ്സിൽ അങ്ങനെ ഞാൻ LLM ചെയ്യുമ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഒരു സബ്ജക്റ്റ് ഹ്യൂമൻ റൈറ്റ്സിലാണ്, മനുഷ്യാവകാശം. അപ്പോൾ ഇതിൽ ഞങ്ങൾ 3rd ജനറേഷൻ റൈറ്റ് എന്ന് പറയും. അതായത് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്, വോട്ട് ചെയ്യുക, ഇങ്ങനെ നമ്മുടെ ഈക്വാലിറ്റി ഇങ്ങനെ. 2nd ജനറേഷൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് റൈറ്റ്സ്, ഭക്ഷണം കഴിക്കുക, തൊഴിലിനുള്ള അവകാശം. 3rd ജനറേഷൻ റൈറ്റാണ് ഈ പറയണതൊക്കെ. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രം ഒരു വലിയ പുരോഗതിയിലേക്ക് വരുമ്പോഴാണ് ഇത്ര അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുക. നമ്മുടെ ഭരണഘടനയിൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലുള്ളൊരു കാര്യമായിരുന്നു, ഒരാളെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് വികസനത്തെ തുടർന്ന് അവരുടെ വീട് നഷ്ടപ്പെടുമ്പോൾ അവർക്കുള്ള ചില അവകാശങ്ങളുണ്ട്. ഒരേ പള്ളിയിൽ തന്നെ പോവുക, ഒരേ സ്കൂളിൽ അവരുടെ കുട്ടികൾ പഠിക്കുക, ഒരേ അയൽവക്കം തന്നെ നഷ്ടപ്പെടാതിരിക്കുക. ഇത് ഏറ്റവും മനോഹരമായി നടന്നതാണ് ഈ സഹോദരനയ്യപ്പൻ റോഡിലും കലൂർ കടവന്ത്ര റോഡിലൊക്കെ. അതിൽ ശ്രീ സാബു ജോർജ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്നത് എറണാകുളം നഗരത്തിലെ വോട്ടർമാർ മുഴുവൻ അത് മനസ്സിലായി കാണില്ല. പക്ഷേ ആ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 4 റോഡും വന്നുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, മെട്രോ ശ്രീ ശ്രീധരൻ പണിതപ്പോൾ അദ്ദേഹത്തിന് സുഖമായിട്ട് റീറൂട്ട് ചെയ്യാൻ പറ്റി എല്ലാ വണ്ടികളും ഒക്കെ. അത് വലിയ പ്രയാസം കൊച്ചി നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം സത്യം പറഞ്ഞാൽ താങ്കളുടെ ഡെപ്യൂട്ടി മേയർഷിപ്പ്, ഞാൻ വേറൊരു കാര്യം സത്യത്തിൽ അങ്ങയോട് തന്നെ ചോദിക്കാൻ മറന്നുപോയി. എനിക്കൊന്ന് കൊച്ചി നഗരത്തിലെ ആദ്യത്തെ 5 കൊല്ലം പൂർത്തീകരിച്ച ഡെപ്യൂട്ടി മേയർ താങ്കളല്ലേ, അല്ലേ? അതിന് മുമ്പൊക്കെ 1 വർഷമല്ലേ ഞാൻ മുറിയിലിരുന്ന് ഫോട്ടോ. ആദ്യമായിട്ടൊരു മേയർ 5 കൊല്ലം ഇരുന്നതും ഡെപ്യൂട്ടി മേയറായിട്ട് മാത്രമല്ല, ഞാനീ പറഞ്ഞത് വ്യാപാരികളുടെ പുനരധിവാസത്തിലും വന്നിട്ടുണ്ട്. താങ്കൾ ഡെപ്യൂട്ടി മേയറും സോമസുന്ദര പണിക്കരും മേയറും ആയിരുന്ന കാലം ഞാനിരിക്കുമ്പോഴും അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു സ്വയം വിമർശനം നടത്തണമല്ലോ. നിങ്ങളുടെ രണ്ടുപേരും പ്രത്യേകത, എപ്പോഴും നിങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരുന്നു. ഇപ്പോൾ എനിക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ശ്രീ ബാലേന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൂടി ഉള്ളതുകൊണ്ട് മിക്കവാറും മീറ്റിംഗ് മറ്റത് മറിച്ച് ഇങ്ങനെ ഈ വർക്കോളിക്കായിട്ട് പോകുന്ന ഒരു നേച്ചറുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ കാലം എനിക്ക് ഞാനന്ന് സോമൻചേട്ട കൺവീനറായതുകൊണ്ട് വന്നാൽ ശ്രീ സാബു ഒരു ചായ തരും, കുറച്ച് ഇരിക്കുക അനിലെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നൊരു കുളിർമയുണ്ടായി. ഈ പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ നിങ്ങളുടെ രണ്ടുപേരുടെ മുറിയിലേക്ക് മേയറുടെ അവിടെ തിരക്കാണെങ്കിൽ ഞങ്ങൾ ഉടനെ ഡെപ്യൂട്ടി മേയറുടെ മുറിയിൽ കയറിയിരിക്കും. സത്യത്തിൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ശരിക്കും ഭരണാധികാരികളോട് പറയാനുള്ളത്? കാരണം നിങ്ങൾ രണ്ടുപേരും ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഏകോപനം എല്ലാ വകുപ്പുകളുമായിട്ട് സ്നേഹപൂർവ്വം ഇടപെട്ടാൽ പല കാര്യങ്ങളും നടക്കുന്നല്ലേ എൻ്റെ അർത്ഥം, പദവിയുടെ ഈഗോയേക്കാൾ. തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും 28-29 വയസ്സല്ലേ ഉള്ളത്. എൻ്റെ മുമ്പിൽ ഇഷ്ടംപോലെ ഫയലുകളായിരുന്നു. ഈ പുനരധിവാസത്തിൻ്റെ ഫയല്, മറ്റുള്ള ഈ ഫണ്ടിങ് ഫയല്. പക്ഷെ അതെല്ലാം നമ്മൾ കൂടിയാലോചന, ഒന്നെങ്കിൽ നമ്മൾ സോമൻ ചേട്ടനോട് കൂടിയാലോചിക്കണം. ഇനി അവിടെ എന്തെങ്കിലും ഉത്തരം കിട്ടിയില്ലെങ്കിൽ GCDA ചെയർമാൻ ബാലേന്ദ്രൻ, അങ്ങനെ ഒരു ടീം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ CA മാധവൻ മാഷ്, മണിശങ്കർ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൂടിയാലോചനയിലൂടെ അല്ലാതെ ഓരോ ഫയലും നമുക്ക് മുന്നോട്ട് നീക്കാൻ പറ്റില്ല എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിന് അനുസരിച്ചിട്ടുള്ളൊരു പിന്തുണയും കൗൺസിൽ, അന്ന് 50 പേരല്ലേ ഉള്ളൂ, എന്നാലും ഭരണം നമ്മുടെ എല്ലാ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ എൻ്റെ സ്ഥാനാർത്ഥി വിനോദ് ബൈ ഇലക്ഷൻ ആയിരുന്നില്ല, അല്ലല്ല വിൻസെൻ്റ് അടക്കം ഈ കമ്മിറ്റിയിലായിരുന്നു. KD വിൻസെൻ്റ് ഒക്കെ ഈ കമ്മിറ്റിയിലായിരുന്നു.
അപ്പോൾ ഒരു കൂടിയാലോചന നടത്തുമ്പോൾ അത് നല്ല സുതാര്യമായിട്ട് തന്നെ കൂടിയാലോചന നടത്തുന്നതിലൂടെ കുറേ നന്മ ചെയ്യാൻ കോർപ്പറേഷന് സാധിച്ചു. അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൂടിയാണ്. അത് മാത്രമല്ല ശ്രീ സാബു ജോർജ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇന്ന് അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സ്വാധീനവും വലിപ്പവും ഞങ്ങളുടെ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ശ്രീ മണിശങ്കർ സഖാവ്, സീനുലാൽ, വിൻസെൻ്റ്, മാധവൻ മാഷ്, മറ്റെന്താ പറയണ വലിയ തലപ്പൊക്കമുള്ള ആളുകൾ ഇരിക്കുമ്പോഴാണ് സാബു ജോർജ് ഡെപ്യൂട്ടി മേയറായിട്ട് ഇരിക്കുന്നത്. ഒരു അസ്വസ്ഥതയില്ലാതെ നിങ്ങളെ അവരും അംഗീകരിച്ചു, നിങ്ങൾ അവരോട് ബഹുമാനപൂർവ്വം തന്നെ പെരുമാറി എന്നുള്ളതായിരുന്നു ആ കൗൺസിലിൻ്റെ മെച്ചമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 9 വീട് വാടകയ്ക്ക് മാറിയിട്ടുണ്ടെന്നില്ലേ. എന്താ നിനക്ക് സ്വന്തം വീടില്ലെന്ന് ചോദിച്ചു. കാര്യം ഇല്ലാത്തവൻ്റെ വേദന ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. അതിനെനിക്കെൻ്റെ ഒരു ശക്തി എൻ്റെ അമ്മയായിരുന്നു.